സത്യത്തില് ഒരു ബിസിനസ് എന്ന നിലയിലല്ല ഞാൻ ഇതിനെ കാണുന്നത്. അർഹിക്കുന്നവർക്ക് അംഗീകാരം കൊടുക്കാൻ ഞാനും എന്റെ ആർട്ട് ലവ് വീഡിയോസ് എന്നും മുൻപന്തിയിലുണ്ടാവും. ഈ അക്കാദമിയുടെ പേര് എന്റെ വീഡിയോ കാസറ്റ് പുറത്തു വരുമ്പോ വീഡിയോ ലവേഴ്സിനിടയിൽ നിറഞ്ഞു നിൽക്കും. ഷുവർ. ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും സംഗീതത്തിന്റെ വലിയൊരു ലോകമായിരിക്കും മിസ് നിർമ്മല മേനോന്റെ മുന്നിൽ തുറന്നു കിടക്കുക. ഫിലിം ഫീൽഡ് കുട്ടിയെ രണ്ടേയും നീട്ടി സ്വീകരിക്കും. ഷുവർ. മിസ്റ്റർ കുറുപ്പ്, ഞങ്ങളുടെ സ്ഥാപനത്തോട് കാണിക്കുന്ന താല്പര്യത്തിന് ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും. ഇതിലെന്തോന്ന് നന്ദി? ഞാൻ എന്റെ കടമ നിർവഹിക്കുന്നു എന്ന് മാത്രം. കുഞ്ഞുനാൾ മുതലേ സംഗീതം എന്ന് വെച്ചാൽ എന്റെ വീക്ക്നെസ് ആണ്. ഇങ്ങനെ ഒരു കാസറ്റിന് പ്ലാൻ ചെയ്ത് തന്നെ ഒരൊറ്റ കാരണം കൊണ്ടാ. ഇതിപ്പോ എന്നേക്കിറങ്ങും മാർക്കറ്റില്? ഇൻ നോ ടൈം. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യം. ഒരു ഫോർമാലിറ്റി കൂടെ ബാക്കി ഉണ്ടായിരുന്നു. റോയൽറ്റിയുടെ കാര്യം അതൊക്കെ നിങ്ങൾ നിർമ്മലയുമായിട്ട് തീരുമാനിച്ചാൽ മതി. ഗ്രൂപ്പിന്റെ ലീഡറും മെയിൻ സിംഗറും ഒക്കെ കുട്ടിയല്ലേ. ഞാനെന്താ വേറെ ഒരു പാറ്റനായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. മാഡം തന്നെ നോക്കിയാൽ മതി. അതൊക്കെ 20%. ഇറ്റ് ഈസ് എൻ അട്രാക്റ്റീവ് വൺ. കുട്ടി ഒന്നും ഒപ്പിടൂ. ജസ്റ്റ് എ ഫോർമാലിറ്റി. ഇവിടെ താങ്ക് യു. താങ്ക് യു. ഹലോ. ഹോൾഡ് വിളിക്കാം. ഹലോ. ഹലോ, മോളാണോ? നിങ്ങൾക്ക് ആരെയാ വേണ്ടത്? നിന്നെ തന്നെ. എന്റെ നിർമ്മലേ, ഈ ശബ്ദം നിനക്ക് ഇനിയും പിടികിട്ടിയില്ലേ? ഞാൻ ഭാസ്കരക്കുറുപ്പ്, ആർട്ട് ലവ് വീഡിയോസ്. മിസ്റ്റർ, ഫോണിൽ എന്തും പറയാവുന്നാണോ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അറ്റാക്ക് ചെയ്യല്ലേ. നമ്മൾ തമ്മിൽ കണ്ടല്ലേ പറ്റുള്ളൂ. അല്ല, നീ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? ഞമ്മനെ കാർ അയക്കാം. സ്റ്റോപ്പ് യു ബ്ലഡി മൗത്ത്. തന്റെ ഒരു കാറ്. അയാളുടെ കരാറും വേണ്ട, കാസറ്റും വേണ്ട. റാസ്കൽ, ഇപ്പോഴേ തുടങ്ങി ശൃംഗാരം. അയാളുടെ വാചോടി കേട്ടപ്പോഴേ എനിക്ക് തോന്നിയത് ഫ്രോഡാണെന്ന്. നമുക്കിത് പ്രിൻസിപ്പലിനോട് പറയാം. എന്നിട്ട് എന്ത് ചെയ്യാനാ? ഈ കോളേജ് മുഴുവൻ അറിയും. പ്രിൻസിപ്പൽ പോലീസിനെ വിളിക്കും. അവരും അവരുടെ ക്രോസ് ക്വസ്റ്റ്യൻസും. എനിക്ക് വയ്യടി. ഇതെങ്ങനെയെങ്കിലും ഒതുക്കണം. ഇതിപ്പോ നാലാൾ അറിയാതെ എങ്ങനെ സെറ്റിൽ ചെയ്യുന്ന? എന്താ അയാളുടെ ഭാവം എന്നറിയട്ടെ. നാളെ നമുക്ക് അയാളെ ചെന്നൊന്ന് കാണാം. ഞാൻ വേണോ? നീ ചുമ്മാ വന്നാ മതിയടി. അയാൾക്കിപ്പോ റോയൽറ്റി വിട്ടുകിട്ടാനോ മറ്റാണെങ്കിൽ അതങ്ങ് സമ്മതിച്ചേക്കായിരുന്നു. അയാളുടെ ഒരു കുന്തം ഇവിടെ വേണ്ട. സ്കൗണ്ടറെ. ആഹാ, വരൂ. ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. എന്താ നിങ്ങളുടെ ഭാവം? ഫോണിലായതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കാൻ പറ്റില്ല. അതിനെന്താ, ചോദിക്കാമല്ലോ. കുട്ടിക്ക് എന്താ വേണ്ടേ? കൂൾ ഡ്രിങ്ക്സോ? അതെ, ഞാനിവിടെ ശൃംഗരിച്ചോണ്ടിരിക്കാൻ വന്നതല്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? വേണ്ടത് ഇപ്പോ നമ്മൾ തമ്മിൽ ഒരു കരാർ ഒപ്പിട്ടിരിക്കുക. എ മാരേജ് കോൺട്രാക്ട്. മാരേജ് കോൺട്രാക്ട്? വാട്ട് ഡു യു മീൻ? മോൾ എനിക്ക് ബ്ലാങ്ക് പേപ്പറിലാണ് ഒപ്പിട്ടതെന്ന്. ഇതിപ്പോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 10 അനുസരിച്ചുള്ള ഒരു മാരേജ് എഗ്രിമെന്റ് ആണ്. ഇതിനി മാറ്റണമെങ്കിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും കഴിഞ്ഞേ പറ്റാ. നോക്കിയേ, ഇവിടെ നിർമ്മല തന്നെയല്ലേ ഒപ്പിട്ടിരിക്കുന്നത്. ഇനി എന്ത് വേണോ എന്ന് നിർമ്മല അങ്ങ് തീരുമാനിച്ചാ മതി, അല്ലയോ? നിങ്ങളുടെ ഒരു എഗ്രിമെന്റ് കീറിക്കളഞ്ഞോ? കുഴച്ചല്ലോ കൊച്ചേ. സാരമല്ല, ഞാൻ വേറൊരു കോപ്പി എടുത്തോളാം. വീണ്ടും എനിക്ക് 1 രൂപ നഷ്ടം. അത്രയല്ലേ ഉള്ളൂ. നിർമ്മലയ്ക്ക് വേണ്ടിയല്ലേ? നമുക്ക് പോവാം. മര്യാദയ്ക്ക് നിന്നാ നമുക്ക് 2 പേർക്കും കൊള്ളാം. എനിക്ക് തന്നെ കല്യാണം കഴിക്കാനൊന്നുമല്ല, ഒരു സഹകരണം, അത് മതി. അതല്ല ഇഷ്യൂ ആക്കാനാണ് ഭാവമെങ്കിൽ നീ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? പണമാണോ? ആ കാസറ്റിന്റെ കാശൊന്നും ഞങ്ങൾക്ക് വേണ്ട. താൻ തന്നെ എടുത്തോ. കാശ് ഞാൻ അങ്ങോട്ട് തരും. ഈ ഭാസ്കരക്കുറുപ്പിന് ഇഷ്ടം തോന്നിയാൽ അങ്ങനെ. പരീക്ഷയ്ക്ക് പിന്നെ 1 മാസം ഉണ്ടായിരുന്നു. അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ആരോടെങ്കിലും ഈ കാര്യം പറഞ്ഞാ അതിന്റെ ഫ്യൂച്ചറിനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നി. ഒടുവില് പരീക്ഷ കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ ഞാൻ വീട്ടിലേക്ക് പോയി. വീടെന്ന് പറയുമ്പോ അത് അച്ഛന്റെ ബിസിനസിന്റെ ഒരു അധോലോക. വീട്ടില് എന്നെ നിർത്താൻ പറ്റാത്ത അവസ്ഥ അച്ഛന്. അതുകൊണ്ട് ഞാൻ പറയേണ്ട താമസമേ ഉണ്ടായുള്ളൂ. എനിക്ക് ഈ ജോലിയും മേടിച്ചു. പിന്നെ കുറച്ചു നാളത്തേക്ക് അയാളുടെ ശല്യം ഉണ്ടായിരുന്നില്ല. ഏതോ കേസിൽ കുടുങ്ങിന്നോ ഷോപ്പ് പൂട്ടിന്നൊക്കെയാ കേട്ടത്. ഇപ്പൊ കൂടെ 10-100 ചോദിച്ചോണ്ട് അയാൾ വരും. ഇതുവരെ
ആരോടും ഇതൊന്നും തുറന്നു പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ മിസ്റ്റർ ജീവൻ റോയ് ഇത് നേരി കണ്ടതുകൊണ്ട്. ഇങ്ങനെ ഒരു എഗ്രിമെന്റിന് ഏതെങ്കിലും ഒരു കക്ഷിക്ക് താല്പര്യമില്ലെന്ന് വന്നാൽ ലീഗൽ വാലിഡിറ്റി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ ആള് ഇവിടൊക്കെ തന്നെ ഉണ്ടാവുമല്ലേ? അയ്യോ, കണ്ടത് നന്നായി. ചേട്ടൻ എന്ത് പറ്റി? ഇങ്ങനെ കിതക്കാതെ കാര്യം പറ. ശനി വന്ന് എന്റെ നിരയെ കയറിയിരിക്കുന്ന തോന്നുന്നത്. നിങ്ങളന്ന് ഓടിച്ചു വിട്ട ആ കുറിപ്പില്ലേ, അയാൾ ഇതേ പിന്നെയും വന്ന് എന്റെ കൂടെ കൂടിയിരിക്കുക. അവൻ പിന്നെ എത്തിയോ? അതേന്നെ, നിങ്ങളുടെ ടീച്ചറിന്റെ കാര്യം രണ്ടിലൊന്നും അറിഞ്ഞാ പോകുള്ളൂ പറഞ്ഞ അയാൾ ഇരിക്കണേ. എന്റെ കാര്യം കഷ്ടത്തിലായത്. അവനപ്പൊ ഇവിടുന്ന് ഓടിക്കണം, അത്രയല്ലേ ഉള്ളൂ. ചേട്ടൻ വാ, നമുക്ക് ആലോചിക്കാം. മുണ്ടോ? ചേട്ടനില്ലേ? ആരാ? നമ്പറോ? ആ, കുട്ടപ്പൻ ചേട്ടൻ ഇന്ന് വരാൻ പറഞ്ഞിരുന്നു. ചേട്ടന്റെ കൂട്ടുകാരനാ. അടിക്കടി ഇവിടെ വരാൻ പറയാറുണ്ടോ? ഓ, ഇൻസ്റ്റാൾമെന്റ് ആണോ? അല്ല. അകത്തോട്ടിരിക്കെ, അവനിപ്പോ വരും. അല്ലേ, വേണ്ട, ചേട്ടൻ വരട്ടെ, ഞാൻ പിന്നെ വരാം. ചുമ്മാ ഇടുന്ന് തൊണ്ണ ഉറക്കാതെ അമ്മ വന്ന് കേറിക്കോളും. ഈശോ മിശിഹാ ഉണ്ടടി, കർത്താവ് എന്നെ പരീക്ഷിച്ചതാ. ഞാൻ കണ്ടതാ ചെകുത്താൻ, സാക്ഷാൽ ചെകുത്താൻ എന്റെ മുമ്പിൽ കൂടെ സൈക്കിളില്. ഇത് ഞാൻ എന്തോന്നായി പറയുന്നേ? പിന്നെ ചെകുത്താൻ സൈക്കിളിലല്ലേ? ചുമ്മാ കള്ളു ഓടിച്ചേച്ച്. എന്തോന്ന് കള്ള്? ഞാൻ കണ്ടതാടി, സാക്ഷാൽ ചെകുത്താൻ. അല്ലേ പിന്നെ എന്തിനാ കുരിശ് വരച്ചപ്പോ ഓടിപ്പോയത്? എന്റെ ഗീവറീസ് പുണ്യാളച്ച, എന്നെ ഇനിയും പരീക്ഷിക്കല്ലേ എന്റെ ഈശോയെ. ദൈവമേ. ഹലോ ഹലോ. ഇതെന്താ ഇങ്ങനെ ഒരു മൈൻഡ് ഇല്ലാതെ? ടൗണിലേക്കാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ, താൻ തന്റെ വഴിക്ക് പോ. കൈ രണ്ട് കാലുള്ളപ്പോ എന്തിനാ തന്റെ ബൈക്ക്? ഞാൻ നടന്നു പൊക്കോളാം. കാലിനും കൈക്കും എല്ലാം കുഴപ്പമുണ്ടാവും. എന്താ നാടാ ഒരു പാവം പെണ്ണിനോട് നിന്റെ ഒരു വിരട്ടല്? ഷർട്ട് തൊട്ട് കളിക്കരുത്. എവിടെയാ എഗ്രിമെന്റ്? തന്റെ ആ വിവാഹ പ്രമാണം ഒന്ന് കാണാനാ. ഷർട്ട് എന്ന് പിടിവിടണോ? അധികം ബലം പിടിക്കണ്ട. തന്റെ എല്ലിനെ ബലം കുറവാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഈ മുഖം മറച്ചുകൊണ്ടുള്ള പണിക്കിറങ്ങിയത്. എവിടെയാ പേപ്പർ? ഏത് പേപ്പർ? കേറാൻ വേണ്ടില്ല. ഞാൻ നടന്നു നോക്കണം പറഞ്ഞില്ലേ? ഇങ്ങോട്ടൊന്ന് പേപ്പർ തരാം തരാം തരാം. ഒരു 2000 റുപ്പീസ്. ഹലോ. ഹലോ. ഞാൻ ഇന്നലെ മിസ്റ്റർ ജീവനോട് വളരെ ഇമോഷണലായി എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ഓർത്തപ്പോഴാ എന്തൊരു ഫൂളിഷ്നെസ് ഞാൻ കാട്ടിക്കൂട്ടിയത്. ഫൂളിഷ്നെസ് കാട്ടിയിട്ട് ഇനിയിപ്പോ അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇതങ്ങ് തിരികെ വാങ്ങിച്ചു. ചെറിയൊരു വരട്ട്. മിസ്റ്റർ ജീവനോട് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? താങ്ക്സ് എ ലോട്ട് മിസ്റ്റർ ജീവൻ. അതെ, ഇപ്പൊ നന്ദിയൊന്നും പറയാൻ നിൽക്കണ്ട. അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി.
എന്താ അത്? ഈ മിസ്റ്റർ എന്നുള്ള വിളിയൊന്ന് ഒഴിവാക്കണം. അത് ഈ ബോഡി ബിൽഡിങ്ങിനും മറ്റും കൊടുക്കുന്ന പട്ടം പോലുണ്ട്. ഓക്കെ, എഗ്രി. അതെ, ആ? ആ പേപ്പർ കൊണ്ട് ഇനിയും വല്ല ആവശ്യമുണ്ടോ? ഇതുകൊണ്ട് ഒരു ദോശ ഉണ്ടാക്കി തിന്നാനാ. നമ്മുടെ ചെയ്ത്ത് ആ കുറുപ്പിന് ശരിക്കും ഏറ്റെന്നാ തോന്നുന്നത്. നമുക്കിത് മിസ്സിനോട് പറയണോ? മിസ്സിന് സുഖമായിട്ട് കിട്ടിയിട്ട് വേണ്ടേ? ആ ആർക്കിടെക്ട് ഉണ്ടാവും സ്റ്റാഫ് റൂമിന്റെ മുമ്പിൽ വായി നോക്കി നിൽക്കാം. പിന്നെ എങ്ങനെയാ? മിസ്സിനിപ്പോ നമ്മളെല്ലാം വെറും പീക്കിരികളാ. ഫ്രണ്ട്സാന്നൊക്കെ പറഞ്ഞ് ഇത്ര നാളും കളിപ്പിക്കുകയായിരുന്നു. അവന്റെ ഒരു നടപ്പും സ്റ്റൈലും സൽമാൻ ഖാൻ എന്ന ഭാവം. മേനെ പ്യാർ കിയാ. ദേ വരുന്നുണ്ട്. മൈൻഡ് വേണ്ട. എന്താ എല്ലാരും കൂടെ? നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? ഷാഹുലേ, എന്താ ഇങ്ങനെ? നിങ്ങളൊക്കെ ചേർന്ന് ആ കുറിപ്പിനെ ഒന്ന് ഒതുക്കിയല്ലേ? കുട്ടപ്പൻ പറഞ്ഞു. ഓ, ഇനിയൊരു താങ്ക്സ് കൂടി പറഞ്ഞാ തീർന്നുവല്ലോ. എന്ത് പറ്റി? നിങ്ങളൊക്കെ എപ്പോഴും എന്റെ നല്ല ഫ്രണ്ട്സ് അല്ലേ? ദേ, 2 ദിവസമായിട്ട് ഞാൻ ആകെ അപ്സെറ്റ് ആയിരുന്നു. ഇനി ഒന്ന് റിലാക്സ് ചെയ്യണം. നിങ്ങളുടെ കൂടെ കൂടുമ്പോഴാ എന്തിനൊരു ത്രില്ലൊക്കെ ഉള്ളത്. ടിങ്കു, എന്തെങ്കിലും ഒരു പ്രോഗ്രാം പറ. ഐസ്ക്രീം സ്ഥിരം ആ ഒരു പരിപാടി ഉള്ള തലയില് ഫ്രഷ് ഐഡിയ വരട്ടെ. വേറെ എന്താ? മാർക്കറ്റിൽ പോകാം, പച്ചക്കറിയൊക്കെ വാങ്ങിക്കാം. ഞാൻ പറയാം. നാളെ എന്താ ദിവസം? സാറ്റർഡേ. ഞാൻ നിങ്ങളുടെ വീട്ടിലൊക്കെ പറഞ്ഞ് പെർമിഷൻ വാങ്ങിക്കുന്നു. നമ്മളൊക്കെ ചുമ്മാ ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ പോകുന്നു. എവിടെ? അത് സസ്പെൻസ്. ദേ, മഞ്ജുനെ വിളിക്കണം. ചുമ്മാ ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ പോകുന്നു. എവിടെ? അത് സസ്പെൻസ്. ദേ, മഞ്ജുനെ വിളിക്കണം. ജീവിതത്തില് നമ്മൾ എന്തൊക്കെയോ വേഷങ്ങൾ കിട്ടുന്നു, ഏതൊക്കെയോ തരത്തിൽ അഭിനയിക്കുന്നു. പക്ഷെ ഇതൊന്നും അല്ല നമ്മൾ. ഈ ഫിലോസഫി ഒന്നും എന്റെ അല്ല കേട്ടോ, ഖലീൽ ജിബ്രാനാ കോപ്പിറൈറ്റ്. എന്നെ നിങ്ങൾ എങ്ങനെ കാണുന്നുവോ അതൊന്നും അല്ല ഞാൻ. എന്റെ അകത്തൊരു ഞാനുണ്ട്, നിശബ്ദനായി ആർക്കും സ്പർശിക്കാനാവാതെ ഒരു ഞാൻ. ഈ പറഞ്ഞതൊക്കെ ജീവനെ പറ്റി തന്നെയാണോ? എന്താ? അല്ല, ഈ ആർക്കും സ്പർശിക്കാനാവാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. അയ്യോ, ആർക്കും ഒന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ ഓർഫനേജിലെ ഡയറക്ടർ സ്ഥലം മാറിപ്പോയ ഒഴിവിലാണ് ഫാദർ പവലിയോസ് അവിടെ വരുന്നത്. അതാണ് എന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. അച്ഛന് പുറമേ ബഹളവും കടമ്പിടുത്തവും ഒക്കെ ഉണ്ടെങ്കിലും സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഉള്ളിലുണ്ട്. റിയലി ഐ എം വെരി മച്ച് ഒബ്ലൈസ്ഡ് ടു ഹിം. എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു 5 വർഷം, പിന്നെ സ്റ്റേറ്റ്സിൽ, ഇപ്പതാ ഇവിടെ. എനിക്ക് എന്നെ കുറിച്ച് ഒന്നുമില്ല പറയാൻ. പറയാനുള്ളത് ഒറ്റ വാക്കാണ്, ബിഗ് സീറോ, വട്ടപൂജ്യം. ഹലോ. ആ നിമ്മി, ഇതാ എന്റെ ഫ്രണ്ട് അലക്സ് ചെറിയ. ഹലോ. ഹലോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ അവനോടൊപ്പം താമസം. പേയിങ് ഗസ്റ്റ് അല്ല, നോൺ പേയിങ്. വരുന്നോ? ഞാൻ വേണേ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, കേരള ഞാൻ കൊണ്ടുവിടാവുന്നേ അല്ലേ? ദേ, ഒരുമാതിരി കട്ട്റൂമിന്റെ അപ്പാപ്പനാവാൻ വന്നാലുണ്ടല്ലോ. ആ ചെല്ലിയല്ലേ? ഓക്കേ. വാ. അയ്യോ, മനോരേട്ടൻ. തിരിച്ചു വിട്ടാലോ? ഇന്ന് പെട്ടത് തന്നെ. നിക്കടവിടെ. അല്ല, മനോരേട്ടനോ? ഞങ്ങൾ എവിടെയൊക്കെ തിരക്കി. ഊതല്ലേ? നിങ്ങളോട് ഏൽപ്പിച്ച കാര്യം എന്തായി? അതിനല്ലേ ഞങ്ങൾ അന്വേഷിച്ചത്. ആ കത്ത് അന്ന് തന്നെ കൊടുത്തു. ടൂറിന് പോകുമ്പോ മിസ് മനോരേട്ടനെ പറ്റി ചോദിച്ചു. അന്ന് രാവിലെ ഞാനൊന്ന് കണ്ടായിരുന്നു. നല്ല ബോർഡിലായിരുന്നു കക്ഷി. ഇത്തവണ ഞങ്ങൾ പൊലിപ്പിച്ചു പറഞ്ഞിരിക്കുക, ചെലവ് ചെയ്യണം. ഇവൻ എപ്പോ നോക്കിയാലും ചെലവിന്റെ കാര്യമല്ലാതെ ആദ്യം മറുപടി കിട്ടട്ടെ. ഓ, അതൊക്കെ ഉടനെ കിട്ടുന്നേ. എഴുതാൻ കുറച്ച് സമയമൊക്കെ വേണ്ടായോ? മനോരേട്ടൻ ചെല്ല്. ഈ മറുപടിയുടെ കാര്യം ഒരു പ്രശ്നമാവോ? ഏയ്, അതൊന്നുമില്ല. ഒരു കത്ത് നമ്മൾ എഴുതുന്നു, അത് മനോരേട്ടൻ അറിയാതെ മുറിയിലേക്ക് ഇടുന്നു. എപ്പോ? ഇന്ന് തന്നെ. ന്യൂ ഇയർ ചിക്കൻ ദിൽകുഷ്. ചിക്കൻ ദിൽകുഷ്.
ലിക്കുഷ്. ഓ വെന്തിട്ടേ ഇല്ല, മരം പോലെ ഇരിക്കുന്നു. ഓൾഡ് ചിക്കനാ. ഓൾഡ് ഈസ് ഗോൾഡ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞോട്ടെ, അപ്പോഴറിയാം. മസാല ഒക്കെ പാകത്തിനല്ലേ ഭവാനി? ഇറച്ചിയുടെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും കണക്ക് തെറ്റിട്ടുണ്ടോ? എന്തോ ഒരു മണം. എന്താ എന്താ ഇത് ടീച്ചർ ഇവിടെ ഇല്ല. വന്നാൽ ഇങ്ങനെ രണ്ടുപേര് വന്നിരുന്നു പറയാം. സ്ഥലം വിട്, സ്ഥലം വിട്. എന്നതാ അടുപ്പത്ത്? അതെ, ഈ തുണിയൊക്കെ ഒന്ന് പുഴുങ്ങുക. വല്ലപ്പോഴും തുണി ഒന്ന് പുഴുങ്ങി ഇളക്കിയില്ലെങ്കിലേ മനസ്സിന് ഒരു സമാധാനം കാണുകയല്ല. അതാ. ആഹാ, എന്നാ ഇതും കൂടെ പുഴുങ്ങിയാലോ? അയ്യോ, അയ്യോ. എന്താ ഈ കുറുക്കന്റെ പിള്ളേര് എന്താ ഡാലിങ് നോക്കി നിൽക്കുന്നേ? എന്റെ കയ്യിൽ പാചകമില്ലേ? അയ്യോ, കണ്ടോ പഴം തുണി. ഡാലിങ് കൊണ്ട് കളയോ? അയ്യോ. 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 ഒന്ന് നിർത്തിക്കേ. ഏ ടിങ്കു, ഇങ്ങ് വന്നേ. ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയല്ലേ? ഓ, മിസ്സിനെ അന്വേഷിച്ച് വന്നപ്പോ അവർക്ക് എന്തൊരു ജാട. എന്ത് ചാടാ? അവിടെ കയറി തോന്നിയാസം കാണിച്ചിട്ട് അതും ഇതും പറയുന്നോ? നീ എന്താ വിചാരിച്ചേ? ഞാൻ താമസിക്കുന്ന വീടാന്ന് അറിഞ്ഞൂടെ? പൊക്കോ, എല്ലാരും ഉണ്ടല്ലോ. വിട്ടോ. കൊറേ ചീത്ത കേട്ടെന്ന് അതും പറഞ്ഞ് ചെത്തിയൊരു പോക്ക്. എല്ലാരും ഉണ്ടല്ലോ. ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ. മറ്റവന്റെ അവിടെ പണി തീരാത്ത വീട്ടിൽ പോയി ഇരിക്കട്ടെ. നമ്മളൊക്കെ ഇപ്പൊ വെറും ഇസ്പേർഡ്. ഇത്തവണ ക്രിസ്മസ് ഒന്ന് മിന്നിക്കണം എന്ന് വിചാരിച്ചതാ, എല്ലാം മൂടും പോയി. ഇങ്ങനെ ഒരാളെ നമ്മൾ കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടുമില്ല. അങ്ങനെ കരുതിയാ മതിയടാ. ഇവിടുത്തെ പണികൾ കഴിഞ്ഞ എറണാകുളത്ത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങാനാ എന്റെ പ്ലാൻ. പറ്റിയ ഈ ന്യൂ ഇയർ തന്നെ. അപ്പോ ഏറി വന്ന 1 മാസം. ആ, അതോടെ ജീവൻ ഇവിടുന്ന് പോവും അല്ലേ? പോകാതെ പറ്റില്ലല്ലോ. ദേ, അതിനു മുമ്പ് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തു. പിന്നെ എന്നെ കിട്ടിയെന്ന് വരില്ല. താൻ ഇത്ര പെട്ടെന്ന് അങ്ങ് തണുത്തോ? തന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എവിടെ പോവാനാ? ഇതൊക്കെ പറയാൻ കൂടിയിട്ടാ ഇങ്ങനെ സൗകര്യമായിട്ട് ഞായറാഴ്ച ഞാൻ സംഘടിപ്പിച്ചത്. ദേ ഫാദർ, എന്താ രണ്ടാളും കൂടെ ഇവിടെ? ജീവനെ പള്ളിയിലും കണ്ടില്ലല്ലോ. അല്ല, ഞാൻ ഇവിടുത്തെ വർക്ക്സ് ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്യാലോ എന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നോക്കിയപ്പോ ഓ, രാവിലെ കോൺവെന്റിൽ കയറിയപ്പോ ഇവിടെ കണ്ടപ്പോ. അതെ, കോൺവെന്റിൽ കയറിപ്പോ എങ്ങനെയാ ഇവിടെ കാണണേ? അതല്ല, അല്ല, എന്താ തന്റെ ഭാവം? ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ ഫാദർ. ഞാനിതൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ട് കുറെ കാലായിടോ. എത്രത്തോളം പോകുന്നറിയാലോ. ഇത് തുടരാൻ ഈ സ്ഥാപനത്തിൽ ഞാൻ അനുവദിക്കില്ല. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തുടരാൻ ഞാൻ അനുവദിക്കില്ല. എനിക്കിത് തന്നോട് പറയാം. കാരണം തന്റെ അപ്പനും അമ്മയൊക്കെ ഞാനാ. പക്ഷേ ടീച്ചറിന്റെ കാര്യത്തില് അങ്ങനെയല്ലല്ലോ. ഫാദർ, ജീവന്റെ കാര്യത്തില് ഫാദറെങ്കിലും ഉണ്ട്. പക്ഷേ എന്റെ കാര്യത്തില് എന്റെ അച്ഛനും അമ്മയും ഒക്കെ ഞാൻ തന്നെ. ഞാൻ എവിടെയാണ്, സുഖമായിട്ടിരിക്കണുണ്ടോ, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ ഒക്കെ ഞാൻ തന്നെ എന്നോട് അന്വേഷിക്കാം. ഞാൻ തന്നെ എന്നോട് മറുപടിയും പറയാ. യെസ്, ഐ ആം ദാറ്റ് അൺലക്കി ഗേൾ. എന്റെ സങ്കടപ്പ് അതല്ല. നിങ്ങളിങ്ങനെ രണ്ടുപേരും കറങ്ങി നടന്നാലേ ഇത് ഏതാ മാസം എന്നറിയോ? ഏതാ? ഡിസംബർ. ഇത് നീട്ടി വെക്കാൻ പറ്റുമോ? ക്രിസ്മസ് നീട്ടി വെക്കാൻ പറ്റുമെന്ന്. നിറയെ നക്ഷത്രങ്ങളൊക്കെ ആകാശത്ത് അങ്ങനെ ഉദിച്ചു നിൽക്കുന്ന സമയ ഭൂമിയിലേക്ക് മാലാകമാര് ഇറങ്ങി വരും, പുഞ്ചിരിക്കും. വല്ല വിചാരം ഉണ്ടോ ജീവ നിനക്ക്? ഇനി എന്തൊക്കെ പണികളാ ഇവിടെ കിടക്കണേ.